ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് പേ ബാക്ക് എന്ന് പറഞ്ഞ സീരീസാണ്. കഥയുടെ തുടക്കത്തിൽ തന്നെ ഡ്രീം എന്ന് പറഞ്ഞ വളരെ വലിയൊരു എൻ്റർടൈൻമെൻറ്റ് കമ്പനീനെ പറ്റിയിട്ടാണോ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ഓഡീഷനായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ കഥയിലെ നായകനായിട്ടുള്ള സണ്ണ്. അങ്ങനെ ജഡ്ജസ് സണ്ണിൻ്റെ ലുക്സൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് സണ്ണിൻ്റെ മുഖത്ത് ചെറിയൊരു പാട് അയാൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് നമ്മുടെ സണ്ണിൻ്റെ അടുത്ത്, നീ നിൻ്റെ ഫേസ് കണ്ടില്ലേ, ഈ ഒരു ഫേസും വെച്ചിട്ടാണോ നീ അഭിനയിക്കാൻ വരുന്നത്? നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ലുക്സ് വളരെയധികം ഇമ്പോർട്ടൻ്റാണ്, അതുകൊണ്ട് നിന്നെപ്പോലുള്ള ആൾക്കൊന്നും ഇവിടെ ശരിയാവില്ല. അങ്ങനെ പോകാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ സണ്ണിൻ്റെ അടുത്ത്. എന്നാൽ നമ്മുടെ സണ്ണല്ലേ സണ്ണ് പറയുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് ആരാ പറഞ്ഞ ഞാനിവിടെ അഭിനയിക്കാനാണ് വന്നതെന്ന്. അതും പറഞ്ഞ് കയ്യിലുള്ള ഒരു കത്തിയെടുത്ത് ആ ടേബിളിൻ്റെ മണ്ടയിൽ വന്ന് ആഞ്ഞൊരു കുത്താണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനിവിടെ വന്നത് എൻ്റെ റിവഞ്ച് എടുക്കാനാണ്. ഇത് കേട്ടെന്ന് ജഡ്ജൊക്കെ പേടിച്ച് വരേണ്ട ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. സണ്ണിൻ്റെ ആ കലിപ്പ് ലുക്കൊക്കെ നോക്കിക്കൊണ്ട് വേറൊരാളും കൂടെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അതാരാന്നൊക്കെ നമുക്ക് വഴിയേ അറിയാവേ. അടുത്ത സീനിൽ സണ്ണിൻ്റെ പഴയ കാലമാണ് കേട്ടോ കാണിക്കുന്നത്. കുറേ പേര് ചേർന്ന് ഒരാളെ ഇട്ട് ഒരുപാട് തല്ലുന്നുണ്ട് കേട്ടോ. അവിടേക്ക് നമ്മുടെ സണ്ണ് വരുന്നുണ്ട് കേട്ടോ. സണ്ണിനാണെങ്കിൽ ഈ കടത്തിന് പൈസയൊക്കെ കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് പിരിക്കുന്ന ജോലിയാണ് കേട്ടോ. അങ്ങനെ ക്യാഷ് ചോദിച്ച് അയാളെ ഇട്ട് ഒരുപാട് അടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അയാളുടെ കയ്യിൽ ക്യാഷൊന്നുമില്ല. അങ്ങനെ സണ്ണിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് അയാളുടെ ഒരു മോളെ അവിടെ കാണുന്നത്. അങ്ങനെ അയാളുടെ മോളെ പിടിച്ച് വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് അയാളുടെ വീടിൻ്റെ പേപ്പേഴ്സ് എല്ലാം സണ്ണ് വാങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയാൾ സണ്ണിനോട് പറയുന്നുണ്ട്, നീ ചെയ്യുന്ന ഇതിനെല്ലാം കർമ്മ എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ നിനക്കതെല്ലാം തിരിച്ചു കിട്ടുമെന്ന് അയാൾ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ സണ്ണ് അതൊന്നും ഒരു കാര്യമാക്കാതെ ഒരു പുച്ഛത്തോടെ പറയുകയാണ് കേട്ടോ. കർമ്മ എന്നൊന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്തുള്ള എത്രയോ ചീത്ത ആളുകളൊന്നും ഇന്ന് കാണത്തില്ലായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത സീനിൽ സണ്ണിൻ്റെ അനിയനെ കാണാനായിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അനിയൻ വരുമ്പം സണ്ണാണെങ്കിൽ അനിയന് ഒരു ബോട്ടിൽ ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. സണ്ണിന് അനിയനെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് ക്യാഷും കൂടെ അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിയൻ ചോദിക്കുന്നുണ്ട്, ഇത് ആരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയ ക്യാഷാന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സണ്ണ് പറയുന്നുണ്ട്, ആരുടെയും കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയതൊന്നുമല്ല, ഞാൻ ജോലി ചെയ്ത് ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ കുറച്ച് നേരം സംസാരിച്ചിട്ട് അനിയൻ തിരിച്ച് അനിയൻ്റെ വീട്ടിലോട്ട് തന്നെ പോവുകയാണ് കേട്ടോ. എന്നാൽ അപ്പോഴാണ് ഒരാൾ വന്ന് നമ്മുടെ അനിയനെ അങ്ങ് കുത്തുന്നത് കേട്ടോ. സണ്ണ് തന്നെയും തൻ്റെ മോളെയും ഉപദ്രവിച്ചതിന് പകരം ചോദിച്ചതാണ് കേട്ടോ അയാൾ. ഒരു തെറ്റും ചെയ്യാത്ത തൻ്റെ സ്വന്തം അനിയൻ ഇങ്ങനെ കുത്തു കെട്ടി കിടക്കുന്ന കാണുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ വയ്യാതെ പകച്ചു നിൽക്കുവാണ് കേട്ടോ നമ്മുടെ സണ്ണ്. അടുത്ത സീനിൽ പ്രസൻറ്റ് ഡേ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സണ്ണാണെങ്കിൽ കൊറിയറൊക്കെ ആയിട്ട് ഡ്രീം എന്ന് പറഞ്ഞ കമ്പനിയിലോട്ട് വരുവാണേ. അപ്പോൾ അവിടെ വെച്ച് ഒരു സെലിബ്രിറ്റിയും ഒരു മാനേജറുമായിട്ട് ചെറിയൊരു പ്രശ്നം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സെലിബ്രിറ്റീനെ കാണുമ്പോഴത്തേക്കും നമ്മുടെ സണ്ണാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പരുങ്ങുന്നുണ്ട് കേട്ടോ. അതെന്താണെന്നൊക്കെ നമുക്ക് വഴിയേ മനസ്സിലാവും. അങ്ങനെ ആ സെലിബ്രിറ്റി ആണെങ്കിൽ നമ്മുടെ മാനേജറിനെ പിടിച്ച് തള്ളുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വേറെ കുറച്ച് പേര് വരുന്ന കാണുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഭയങ്കര പൊളൈറ്റായിട്ടും ഭയങ്കര സ്വീറ്റായിട്ടൊക്കെ ചിരിച്ച് അഭിനയിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവനങ്ങ് കയറിപ്പോകുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സണ്ണാണെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുവാണേ. അപ്പം മാനേജറിൻ്റെ കയ്യിൽ നിന്ന് തറയിൽ പോയ കുറച്ച് സാധനങ്ങളെല്ലാം നമ്മുടെ സണ്ണാണ് കേട്ടോ എടുത്തു കൊടുക്കുന്നത് മാനേജറിന്. അങ്ങനെ മാനേജർ സണ്ണിനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സണ്ണിനെ ഒന്ന് മാനേജർ സൂക്ഷിച്ച് നോക്കിയിട്ട് പറയുന്നുണ്ട്, നീ ഭയങ്കര ഹാൻസം ആണല്ലോ, നിനക്ക് അഭിനയിക്കാനൊക്കെ താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു മാനേജറാണ്, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കാർഡ് തരാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ സണ്ണിനാണെങ്കിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. സണ്ണ് അത് അപ്പം തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എന്നാലും നമ്മുടെ മാനേജർ വിടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. മാനേജർ പറയുന്നുണ്ട്, നോക്ക് ഞാൻ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്, നീ നല്ല ഗുഡ് ലുക്കിംഗ് ഒക്കെയാണ്, നിനക്ക് പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാനേജർ ആണെങ്കിൽ മാനേജറിൻ്റെ കാർഡും ഒക്കെ നിർബന്ധിച്ചങ്ങ് സണ്ണിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സണ്ണ് അത് കളയുന്നൊന്നുമില്ല, സണ്ണും അത് സൂക്ഷിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാനേജർ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ സണ്ണും സണ്ണിൻ്റെ ഡെലിവറിയൊക്കെ കൊടുത്തിട്ട് തിരിച്ച് ഡെലിവറി എടുക്കുന്ന സ്ഥലത്ത് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നീ കുറച്ച് റെസ്റ്റ് എടുക്കുന്ന, ഇന്നലെ തൊട്ടേ നൈറ്റ് മൊത്തം വർക്ക് ചെയ്യുമല്ലായിരുന്നു, കുറച്ച് റെസ്റ്റ് എടുക്കാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സണ്ണും അത് സമ്മതിച്ച് റെസ്റ്റ് എടുക്കാനായിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആ സീൻ കട്ടാകുമ്പോൾ പിന്നെ 5 വർഷം മുമ്പുള്ള കാര്യമാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മുടെ സണ്ണാണെങ്കിൽ പിന്നെയും ആളുകളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്ന് ക്യാഷൊക്കെ വാങ്ങാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ക്യാഷൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും സണ്ണാണെങ്കിൽ അവരുടെ കയ്യിൽ കിടക്കുന്ന ആ മോതിരം അങ്ങ് ഊരിയെടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് സണ്ണാണെങ്കിൽ സ്കൂളിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, നിനക്കിനി ഇവിടെ പഠിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് സണ്ണിനെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ താഴെ ഇറങ്ങി വരുന്ന സണ്ണ് കാണുന്നത് ആ ടീച്ചറിനെ കുറച്ച് പേര് ചേർന്ന് മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് കത്തിക്കാൻ നോക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ അവരെ. അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ നമ്മുടെ സണ്ണാണെങ്കിൽ അത് ചോദിക്കാനൊക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ഒരു അടിയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അയാളാണെങ്കിൽ സണ്ണിനോട്
സണ്ണിനോട് ചോദിക്കുന്നുണ്ട്, ഇവരെനിക്ക് തരാനുള്ള പൈസ നീ എനിക്ക് തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സണ്ണ് പറയുന്നുണ്ട്, ഞാനതൊന്നും തരത്തേന്നുമില്ല എന്നും പറഞ്ഞ് അയാളുടെ മുഖത്തൊക്കെ തുപ്പുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് അയാൾ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി, നീ എൻ്റെ കൂടെ കൂടിക്കോന്നും പറഞ്ഞ് അയാൾ സണ്ണിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം സണ്ണിപ്പോൾ ഓർക്കുവാണ്. ഇയാൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ സണ്ണ് ജോലി ചെയ്യുന്നത്. ഇയാൾ പറഞ്ഞിട്ടാണ് ഓരോരുത്തരെ ഉപദ്രവിച്ച് അവരുടെ കയ്യിൽ നിന്ന് ക്യാഷൊക്കെ പിരിക്കുന്നത്, ഇപ്പം ഇയാൾ പറഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ സണ്ണ് വീട്ടിൽ വരുന്നുണ്ട് കേട്ടോ. വീട്ടിൽ വരുമ്പം അവിടെ ഒരു ചെറുക്കൻ നിൽപ്പുണ്ട് കേട്ടോ. ആ ചെറുക്കൻ വേറെ ആരുമല്ല, നമ്മുടെ സണ്ണിൻ്റെ ബോയ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പം ഇവൻ തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട ആ സെലിബ്രിറ്റി കേട്ടോ. അപ്പം ഇവൻ്റെ പേരെന്ന് പറയുന്നത് ബാങ്ക് എന്നാണ് കേട്ടോ. അങ്ങനെ ബാങ്ക് വന്നിട്ട് ഭയങ്കര കെയറിങ് ആയിട്ട് സണ്ണിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിൻ്റെ നെറ്റിയൊക്കെ എങ്ങനെയാണ് മുറിഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടെ പോയിരുന്ന് സ്ക്രിപ്റ്റൊക്കെ വായിക്കുന്നുണ്ട് കേട്ടോ. അവൻ അപ്പം തൊട്ടേ ഒരു ആർട്ടിസ്റ്റ് ആവാനാണ് ആഗ്രഹം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ഫീ ഒക്കെ നമ്മുടെ സണ്ണ് തന്നെയാണ് കേട്ടോ അടച്ചു കൊടുക്കുന്നത്. സണ്ണിൻ്റെ കയ്യിലും അതിന് വേണ്ടിയിട്ടുള്ള ക്യാഷൊന്നും ഇല്ല, എങ്കിലും തൻ്റെ ബോയ് ഫ്രണ്ടിന് വേണ്ടി സണ്ണ് അതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാങ്കും സണ്ണിനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അവർ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള അവരുടേതായ കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെയാണ് കേട്ടോ. അതിങ്ങനെ നടക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സണ്ണിൻ്റെ അനിയനാണെങ്കിൽ വന്ന് ബെല്ലിടുന്നുണ്ട് കേട്ടോ. അനിയനാണെങ്കിൽ സണ്ണിന് ഫുഡൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ സണ്ണും അത് വാങ്ങി കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കുന്നതിനിടയ്ക്ക് അവർ തമ്മിൽ അമ്മേനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അനിയൻ പറയാണ്, അമ്മയ്ക്ക് ക്യാൻസറാണ്, അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റിന് കുറച്ച് ക്യാഷൊക്കെ വേണം, നിൻ്റെ കയ്യിൽ ക്യാഷൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇല്ല എൻ്റെ കയ്യിലൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മുടെ അനിയന് കുറച്ച് സങ്കടം ആവുന്നുണ്ട് കേട്ടോ. എന്നാലും സണ്ണ് പറയുന്നുണ്ട്, ഇപ്പം എൻ്റെ കയ്യിലില്ല എന്ന് ഞാൻ ശരിയാക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് പേരെ ഭീഷണിപ്പെടുത്തിയും ഉപദ്രവിച്ചുമൊക്കെ സണ്ണ് അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് പിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ കൂട്ടത്തിലുള്ള ഒരാളാണ് കേട്ടോ നമ്മുടെ സണ്ണിനോട് ദേഷ്യമുള്ള അയാളാണ് നമ്മുടെ സണ്ണിൻ്റെ അനിയനെ വന്ന് കുത്തുന്നത് കേട്ടോ. സണ്ണാണെങ്കിൽ അനിയനെ അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ. സണ്ണിനാണെങ്കിൽ സങ്കടം സഹിക്കാൻ വയ്യ, പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും സണ്ണിൻ്റെ അനിയനെ രക്ഷിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. സണ്ണിൻ്റെ അനിയൻ മരിച്ചു പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറക്കുവാണ് കേട്ടോ നമ്മുടെ സണ്ണ്. അങ്ങനെ സണ്ണി രാവിലെ തന്നെ റെഡിയായിട്ട് തൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡ്രീം എന്ന് പറഞ്ഞ ആ കമ്പനിയിലോട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ സണ്ണ് പോകുന്നത്. അവിടെ ഡയറക്ടർ ആർത്തർ എന്ന് പറഞ്ഞ ആൾക്ക് ഒരു കൊറിയർ കൊടുക്കാനാണ് കേട്ടോ ചെല്ലുന്നത്. അങ്ങനെ ഡയറക്ടർ ആർത്തർ പറഞ്ഞിട്ട് ഒരാൾ ആ കൊറിയർ വാങ്ങാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സണ്ണ് ചോദിക്കുന്നുണ്ട്, നിങ്ങളാണോ ഡയറക്ടർ ആർത്തർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അല്ല ഞാനല്ല ആർത്തർ, ഞാൻ ഈ കൊറിയർ വാങ്ങാൻ വന്നതാന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സണ്ണാണെങ്കിൽ അയാളെ നിർത്തി ആ കൊറിയറൊക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയാൾ ആ കൊറിയറും വാങ്ങിച്ച് ഡയറക്ടറിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുവാണേ. അപ്പോൾ നമ്മുടെ ഡയറക്ടറാണെങ്കിൽ ആ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് വേറൊന്നുമല്ല, ഒരു കരോക്കെ നൈറ്റിൻ്റെ ഒരു ടിക്കറ്റാണ് കേട്ടോ, ഒരു ടെഡി ബിയറിൻ്റെ. അപ്പം അതും കയ്യിൽ വെച്ചിട്ട് അവനാണെങ്കിൽ പഴയ ഒരു കാര്യം ആലോചിക്കുന്നുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, കുറച്ച് പേര് ചേർന്ന് ഇവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും അന്ന് ഇവനെ സഹായിക്കാനായിട്ട് വന്നത് ഒരു ടെഡി ബിയറിൻ്റെ വേഷമിട്ട ഒരാളാണ് കേട്ടോ. അയാൾ വന്നിട്ട് ഇവരെ എല്ലാവരെയും അടിച്ചോട്ടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ഇവൻ ഓർക്കുന്നുണ്ട് കേട്ടോ. അന്ന് പിന്നെ ഫൈറ്റ് മാത്രമല്ല കേട്ടോ ഗൈസ് നടന്നത്, വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. സീൻ കട്ടാകുമ്പോഴത്തേക്കും പ്രസൻറ്റ് ഡേ ആണ് കാണിക്കുന്നത്. അപ്പം സണ്ണാണെങ്കിൽ അവൻ്റെ കൊറിയർ കമ്പനിയിലോട്ട് വരുമ്പോഴത്തേക്കും അവിടെയാണെങ്കിൽ മറ്റേ സെലിബ്രിറ്റി ആയിട്ടുള്ള ബാങ്കില്ലേ, ഇവൻ്റെ എക്സ്, അപ്പം അവനും അവൻ്റെ ഫ്രണ്ടും കൂടെ നിന്ന് സംസാരിക്കുന്നതൊക്കെ ഇവൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അവർ ഡയറക്ടർ ആർത്തറിനെ പറ്റിയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. ഡയറക്ടർ ഒരു പയ്യനെ പറ്റി അന്വേഷിക്കുന്നുണ്ടെന്നും ഇപ്പം ബാങ്കിന് ഡയറക്ടറിനോട് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, നീ ഇത്തിരി സൂക്ഷിച്ചൊക്കെ നിൽക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ബാങ്ക് പറയുന്നുണ്ട്, എനിക്കൊന്നും ഇനിയും പേടിയൊന്നും ഇല്ല. എന്നിട്ട് നമ്മുടെ സണ്ണിനെ പറ്റിയിട്ട് ഒരുപാട് മോശം പറയുന്നുണ്ട് കേട്ടോ. നിനക്കറിയാമോ, ഞാൻ എൻ്റെ എക്സുമായിട്ടിരുന്ന സമയത്ത് ഒരാളെന്നെ കൊല്ലാൻ വന്നു. അന്ന് ഞാൻ ശരിക്കും ലക്കിയായിരുന്നു, ഇല്ലായിരുന്നു ഞാൻ അവൻ്റെ അനിയനെ കാണത്തില്ലായിരുന്നു. അവന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവൻ്റെ അനിയനെ തന്നെ കാണിച്ചു കൊടുത്തത് അയാൾക്ക് ഞാനാണെന്ന് ഈ ബാങ്ക് പറയുകയാണ് കേട്ടോ. ഇവർ ഈ പറയുന്നതെല്ലാം കേട്ടിട്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ സണ്ണിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ഇതെല്ലാം കേട്ടിട്ട് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. അടുത്ത സീനിൽ സണ്ണിൻ്റെ അനിയൻ്റെ ഡ്രസ്സും മറ്റു സാധനങ്ങളെല്ലാം ഒരാൾ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് സണ്ണാണെങ്കിൽ അവൻ്റെ അനിയൻ്റെ ഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തിങ്ങനെ ഓരോന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അതിലുണ്ടായിരുന്ന ഫോണെടുത്ത് അവനൊരു കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. കോൾ ചെയ്യുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. അവൻ്റെ അമ്മയുടെ കണ്ടീഷൻ എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവൻ വിളിക്കുവാണ്. അങ്ങനെ അവിടെ ചെല്ലുന്നതും അവൻ്റെ അമ്മേനെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡോക്ടർ ഇവനെ കാണുമ്പോഴത്തേക്കും ഇവൻ്റെ അനിയനെ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് ഇവൻ്റെ അനിയൻ്റെ പേര് സ്കൈ എന്നാണ് കേട്ടോ. അപ്പോൾ സ്കൈ എന്ത് ചെയ്യുന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നുണ്ട്. അപ്പം ഇവൻ പറയുന്നുണ്ട്, ഇനി എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി ഡീറ്റെയിലൊക്കെ. അങ്ങനെ ഇവനാണെങ്കിൽ ഇവൻ്റെ അടുത്ത് അമ്മയുടെ കണ്ടീഷനൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്, ഭയങ്കര സീരിയസ് ആണ്. അപ്പോൾ ഇവൻ
പറയുന്നുണ്ട് ഞാൻ ക്യാഷ് റെഡിയാക്കാം, അമ്മേനെ എങ്ങനെയെങ്കിലും ചികിത്സിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇവൻ ക്യാഷ് നോക്കുമ്പോഴത്തേക്കും ഇവൻ്റെ അക്കൗണ്ടിലൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇവൻ വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും വീട്ടിലും ക്യാഷൊന്നുമില്ല. അങ്ങനെ ഇവനാണെങ്കിൽ അവിടെ എല്ലാം ബാങ്കിനെ വിളിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒന്നും നോക്കിയിട്ടും ഫോണിലൊന്നും വിളിച്ചിട്ടൊന്നും അവൻ എടുക്കുന്നില്ല. അപ്പോൾ ഇവന് മനസ്സിലായി ഇവൻ്റെ ക്യാഷ് എല്ലാം ആയിട്ട് ബാങ്ക് ഇവനെ ചതിച്ചിട്ട് മുങ്ങിയതാണെന്ന് ഇവന് മനസ്സിലായി. അങ്ങനെ ഇവനാണെങ്കിൽ കടത്തിന് പൈസ വാങ്ങാനായിട്ട് ഇവൻ ജോലി ചെയ്യുന്ന അയാളുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. അങ്ങനെ അയാളും ഇവനെ ഒരുപാട് ഭീഷണിയൊക്കെ പെടുത്തിയിട്ട് പൈസ എന്തായാലും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവൻ അതുമായിട്ട് ഹോസ്പിറ്റലിലൊക്കെ വരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ വന്ന് അവൻ്റെ അമ്മയുടെ കൂടെയൊക്കെ അവൻ ഇരിക്കുന്നുണ്ട്. അവൻ്റെ അമ്മേനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ അവൻ മാക്സിമം നോക്കുന്നുണ്ട്. പക്ഷേ ആ ഡോക്ടർ പറയുന്നത് നിൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ലാസ്റ്റ് സ്റ്റേജാണ്, അതുമാത്രമല്ല ഞങ്ങളെക്കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നുമാണ് അവർ പറയുന്നത്. അങ്ങനെ അവസാനം അവൻ്റെ അമ്മയും അവനെ വിട്ട് പോവുകയാണ് കേട്ടോ. ഇതെല്ലാം ആലോചിച്ചിട്ട് അവൻ പറയുന്നുണ്ട് ഇത്രയും കാലം എൻ്റെ അനിയൻ്റെയും എൻ്റെ അമ്മയുടെയും മരണത്തിന് കാരണം ഞാനാണെന്നാണ് അവൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതങ്ങനെ അല്ലെന്ന് അവൻ ഇന്ന് മനസ്സിലായെന്നിങ്ങനെ അവൻ പറയുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ നമ്മുടെ സണ്ണിനെയും ഡയറക്ടറിനെയാണ് കേട്ടോ കാണിക്കുന്നത്. ഡയറക്ടർ അവിടെ നിന്ന് സ്മോക്ക് ചെയ്യുവാണ്. അപ്പം നമ്മുടെ സണ്ണും ഒരു സ്മോക്കൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് കുറച്ച് കോയിൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഡയറക്ടർ പറയുകയാണ് നിൻ്റെ കണക്കുകൂടലൊക്കെ തെറ്റാണ് മിസ്റ്റർ ടു ഭാഗത്ത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അവൻ കൊടുത്ത കോയിൻസിൻ്റെയാണ് കേട്ടോ അവനെ കളിയാക്കി ഇങ്ങനെ വിളിക്കുന്നത്. അങ്ങനെ ഇതിൻ്റെ വില 2 ലക്ഷമാണ് ഈ സിഗരറ്റിൻ്റെ വിലയെന്ന് പറയുമ്പോഴത്തേക്കും ഇവൻ്റെ കണ്ണ് തള്ളുന്നുണ്ട് കേട്ടോ. അവൻ പറയുന്നുണ്ട് ഇയാൾ എന്തൊരു വട്ടനാണ്, ഒരു സ്മോക്കിന് വേണ്ടിയിട്ട് ഇത്രയും ലക്ഷം രൂപയുള്ള ഇതൊക്കെയാണോ ചിലവാക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സണ്ണാണെങ്കിൽ ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും നമ്മുടെ ബാങ്കിൻ്റെ ഇമേജ് കാണും കേട്ടോ. അപ്പം ഇത് കാണുമ്പോഴത്തേക്കും സണ്ണിന് നല്ല ദേഷ്യം വരും. അങ്ങനെ സണ്ണാണെങ്കിൽ ഇവനോട് റിവഞ്ച് എടുക്കാൻ തീരുമാനിക്കും. അപ്പോഴാണ് സണ്ണിന് ആ മാനേജറിൻ്റെ ഓർമ്മ വരുന്നത്. അങ്ങനെ മാനേജറിനെ വിളിച്ചിട്ട് ഇവൻ പറയും എനിക്കൊരു ആർട്ടിസ്റ്റ് ആണോ എന്നിങ്ങനെ നമ്മുടെ സണ്ണിങ്ങനെ പറയുന്നിടത്ത് വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ആവുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്സ്.